إن الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. أما بعد فإن أصدق الحديث كتاب الله وأحسن الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها فإن كل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. ബഹുമാനമുള്ള സഹോദരങ്ങളെ, സത്യവിശ്വാസികളെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ നാമങ്ങളിൽ വളരെ പ്രധാനപ്പെട്ട ഒരു നാമമാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല അസീസാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അസീസാണ്. പരിശുദ്ധമായ ഖുർആനിൽ 92 തവണയോളം അല്ലാഹു സുബ്ഹാനഹു വ തആല അവനെ സംബന്ധിച്ച് പറയുന്നു, അല്ലാഹു സുബ്ഹാനഹു വ തആല അസീസാണ്. അല്ലാഹു പറഞ്ഞു, ഇന്ന റബ്ബക ഹുവൽ ഖവിയ്യുൽ അസീസ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അസീസാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഖവിയാണ്. എന്താണ് സഹോദരങ്ങളെ അസീസ് എന്ന് പറഞ്ഞാൽ അർത്ഥം? അസീസ് എന്ന് പറഞ്ഞാൽ അതിന് 3 അർത്ഥങ്ങളാണ് പണ്ഡിതന്മാർ പറയുന്നത്. ഇമാം ഇബ്നുൽ അസീറിനെ പോലെ, ഇബ്നുൽ ഖയ്യിമിനെ പോലെയുള്ള പണ്ഡിതന്മാർ പറയുന്നു, പ്രധാനമായും 3 അർത്ഥങ്ങളാണ് അല്ലാഹുവിന്റെ അസീസ് എന്ന പേര് അർത്ഥമാക്കുന്നത്. ഒന്നാമത്തേത്, അല്ലാഹു സുബ്ഹാനഹു വ തആലയെ അതിജയിക്കാൻ ഒരാൾക്കും സാധ്യമല്ല. അല്ലാഹു സുബ്ഹാനഹു വ തആലയെ തോൽപ്പിക്കാൻ ഒരാൾക്കും സാധ്യമല്ല. രണ്ടാമത്തേത്, അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ ശത്രുക്കളെ ഉന്മൂലനം ചെയ്യുന്നവരാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ശത്രുക്കളെ, പരിശുദ്ധമായ ദീനുൽ ഇസ്ലാമിന്റെ ശത്രുക്കളെ ഉന്മൂലനം ചെയ്യാൻ കഴിവുള്ളവനാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല. മൂന്നാമത്തെ അർത്ഥം, അല്ലാഹു സുബ്ഹാനഹു വ തആല ശക്തിയും പ്രതാപവും ഉള്ളവനാണ്. സഹോദരങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ അസീസ് എന്ന പേര് വളരെയധികം ആശയങ്ങൾ ഉൾക്കൊള്ളുന്ന ഒരു പേരാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ദീനിന് എതിരായി ആര് നിൽക്കുന്നുവോ അവരെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഉന്മൂലനം ചെയ്യും, അവരെ അല്ലാഹു സുബ്ഹാനഹു വ തആല പരാജയപ്പെടുത്തും. അല്ലാഹു സുബ്ഹാനഹു വ തആലയെ തോൽപ്പിക്കാൻ, അവനെ അതിജയിക്കാൻ ഒരാളെ കൊണ്ടും സാധ്യമല്ല എന്നൊരു പേരാണ് അസീസ് എന്നുള്ള പേര്. സഹോദരങ്ങളെ, നിങ്ങൾക്കെല്ലാവർക്കും അറിയുന്നത് പോലെ തന്നെ അല്ലാഹുവിന്റെ എല്ലാ പേരുകളും ഓരോരോ വിശേഷണങ്ങൾ ഉൾക്കൊള്ളുന്നുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ അസീസ് എന്ന പേര് ഉൾക്കൊള്ളുന്നത് ഇസ്സത്ത് എന്ന് പറയുന്നൊരു വിശേഷണമാണ്, പ്രതാപം എന്ന് പറയുന്നൊരു വിശേഷണമാണ്, അന്തസ് എന്നൊക്കെ നമ്മൾ മലയാളത്തിൽ അതിനർത്ഥം പറയാറുണ്ട്. എല്ലാവിധ പ്രതാപത്തിന്റെയും ഉടമസ്ഥൻ അല്ലാഹു സുബ്ഹാനഹു വ തആല മാത്രമാണ്. പ്രതാപമുള്ളവൻ, അഭിമാനമുള്ളവൻ അവൻ റബ്ബുൽ ഇസ്സത്ത് മാത്രമാണ്. അവനാണ് അവൻ ഉദ്ദേശിക്കുന്നവർക്ക് പ്രതാപം നൽകുന്നത്. അവൻ ഉദ്ദേശിക്കുന്ന അവന്റെ അടിയാറുകൾക്ക് അവൻ പ്രതാപം നൽകുന്നു. അത് അല്ലാഹുവിന്റെ ഔദാര്യമാണ്, അത് അല്ലാഹുവിന് മാത്രമുള്ള കാര്യമാണ്. അതല്ലാതെ എന്തുകൊണ്ട് ഇന്നയാൾക്ക് പ്രതാപം നൽകി, എന്തുകൊണ്ട് ഇന്ന വ്യക്തിക്ക് പ്രതാപം നൽകിയിട്ടില്ല എന്ന് ചോദിക്കാൻ ഒരടിമക്കും ഈ ലോകത്ത് ഒരു അവകാശമില്ല. പരിശുദ്ധമായ ഖുർആനിൽ അല്ലാഹു പറഞ്ഞു, ഖുലില്ലാഹുമ്മ മാലിക്കൽ മുൽക്ക്, പ്രവാചകരെ പറഞ്ഞു കൊടുക്കുക, അല്ലാഹുമ്മ മാലിക്കൽ മുൽക്ക്, അല്ലാഹു സുബ്ഹാനഹു വ തആലയാണ് സകലതിന്റെയും ഉടമസ്ഥൻ, എല്ലാ ഭരണാധികാരികളുടെയും ഉടമസ്ഥൻ അല്ലാഹു സുബ്ഹാനഹു വ തആലയാണ്. തുഅ്തിൽ മുൽക മൻ തശാ വതൻസിഉൽ മുൽക മിമ്മൻ തശാ. അവൻ ഉദ്ദേശിക്കുന്നവർക്ക് അവൻ അധികാരം നൽകുന്നു, അവൻ ഉദ്ദേശിക്കുന്നവർക്ക് അവൻ അധികാരം നൽകുന്നില്ല. വതുഇസ്സു മൻ തശാ വതുദില്ലു മൻ തശാ. അല്ലാഹു ഉദ്ദേശിക്കുന്നവർക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല അന്തസ് നൽകുന്നു, അല്ലാഹു ഉദ്ദേശിക്കുന്നവർക്ക് അവൻ പ്രതാപം നൽകുന്നു, അല്ലാഹു സുബ്ഹാനഹു വ തആല ഉദ്ദേശിക്കുന്നവരെ അവൻ നിന്ദിക്കുകയും ചെയ്യുന്നു. ഇതൊരു അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് മാത്രമായിട്ടുള്ള കാര്യമാണ്. അതുകൊണ്ടാണ് പരിശുദ്ധമായ ഖുർആനിൽ അല്ലാഹു പറഞ്ഞത്, മൻ കാന യുരീദുൽ ഇസ്സ ഫലില്ലാഹിൽ ഇസ്സതു ജമീഅ. ആരെങ്കിലും പ്രതാപം ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അതിന്റെ ഉടമസ്ഥൻ അല്ലാഹു സുബ്ഹാനഹു വ തആല മാത്രമാണ്. സഹോദരങ്ങളെ, പരിശുദ്ധമായ ഖുർആനും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസുകളും പഠിച്ചു നോക്കിയാൽ ചില ആൾക്കാർക്ക് അല്ലാഹു പ്രതാപം നൽകിയതായി നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും. അവയിൽ പ്രധാനപ്പെട്ട ഒരു വിഭാഗമാരാണ് പരിശുദ്ധമായ ഖുർആനിൽ അല്ലാഹു പറയുന്നു, വലില്ലാഹിൽ ഇസ്സ,
ولرسوله وللمؤمنين ولكن المنافقين لا يفقهون. അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രതാപം നൽകിയിരിക്കുന്നവർ അല്ലാഹുവിനാണ് പ്രതാപം, അവന്റെ പ്രവാചകനാണ് പ്രതാപം, അവന്റെ സച്ചരിതരായ അടിയാറുകൾക്കാണ് പ്രതാപമെന്ന് പരിശുദ്ധമായ ഖുർആനിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു. അതേ സഹോദരങ്ങളെ, എനിക്കും നിങ്ങൾക്കും അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രതാപം നൽകിയിട്ടുണ്ട്. നമുക്ക് അല്ലാഹു അഭിമാനം നൽകിയിട്ടുണ്ട്. അല്ലാഹു നമുക്ക് നൽകിയിരിക്കുന്ന അഭിമാനത്തിൽ ഏറ്റവും വലിയ അഭിമാനം എന്താണ്? ഏറ്റവും വലിയ പ്രതാപം എന്താണ്? പണ്ടൊരു കവി പറഞ്ഞതുപോലെ, കഫാ ബിക ഇസ്സൻ അന്നക ലഹു അബ്ദുൻ വകഫാ ബിക ഫഖ്റൻ അന്നഹു ലക റബ്ബുൻ. അല്ലാഹുവിന്റെ അടിമയാണ് എന്നുള്ളതാണ് നമുക്കുള്ള ഏറ്റവും വലിയ പ്രതാപം, നമുക്കുള്ള ഏറ്റവും വലിയ അഹംഭാവം, അല്ലെങ്കിൽ നമുക്ക് അല്ലാഹു നൽകിയിരിക്കുന്ന ഏറ്റവും വലിയ അന്തസ്സ്. നമ്മൾ അല്ലാഹുവിന്റെ അടിമയാണ്, നമ്മൾ അല്ലാഹുവിന്റെ അടിമയാണ്. ലോകത്തെ സൃഷ്ടിച്ചു പരിപാലിക്കുന്ന റബ്ബുൽ ഇസ്സത്തിന്റെ അടിമ എന്ന് പറയുമ്പോൾ അതിനേക്കാളും വലിയൊരു പ്രതാപം സഹോദരങ്ങളെ നമുക്ക് എന്താണ് ലഭിക്കാനുള്ളത്? ഇത്ര വലിയ പ്രതാപം അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നൽകിയിട്ടും ഇന്ന് ജീവിക്കുന്ന മുസ്ലിമീങ്ങളിൽ നല്ലൊരു വിഭാഗം ആൾക്കാർ ഈ പ്രതാപത്തിന്റെ ചിന്ത അവരുടെ മനസ്സിലില്ല. അവർക്ക് അല്ലാഹു പ്രതാപം നൽകിയെന്നൊരു തോന്നൽ അവരുടെ ജീവിതത്തിലില്ല. അല്ലാഹു നൽകിയിരിക്കുന്ന അന്തസ്സ് ഇതാണ് യഥാർത്ഥ അന്തസ്സ് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ഇസ്ലാമിന്റെ ആശയാദർശങ്ങൾ എവിടെയും പറയാൻ, എവിടെയും അതനുസരിച്ച് പ്രവർത്തിക്കാനുള്ള കരുത്ത്, ആ ഒരു ഇസ്സത്ത് ഇന്ന് മുസ്ലിം സമൂഹങ്ങൾക്ക്, മുസ്ലിം സമുദായത്തിൽപ്പെട്ട പലർക്കും നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. സഹോദരങ്ങളെ, ഇസ്സത്തോടുകൂടി ജീവിക്കണം, ഇസ്സത്തോടുകൂടി സംസാരിക്കണം, ഇസ്സത്തോടുകൂടി നടക്കണം. ഒരടിമയുടെയും മുമ്പിൽ നമ്മുടെ തലകുനിക്കാൻ പാടില്ല, ഒരാളുടെ മുമ്പിലും നമ്മുടെ ഇസ്സത്തിനെ പണയം വെക്കാൻ പാടില്ല. മുസ്ലിം സമൂഹത്തെ സംബന്ധിച്ചിടത്തോളം അവരുടെ ചരിത്രം നിങ്ങൾ പഠിച്ചു നോക്കിയാൽ ഏത് കാലഘട്ടത്തിലാണെങ്കിലും മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, മുഹമ്മദ് ഈ ശരീഅത്തുമായി വരുന്നതിന് മുമ്പ് തന്നെയുള്ള പ്രവാചകന്മാർ, അവരുടെ ചരിത്രം വായിച്ചാലും നിങ്ങൾക്ക് മനസ്സിലാകും അവർക്ക് അല്ലാഹു ഇസ്സത്ത് നൽകിയിട്ടുണ്ട്, അവർക്ക് അല്ലാഹു ഇസ്സത്ത് നൽകിയിട്ടുണ്ട്. അവർക്ക് ഇസ്സത്തുണ്ട് എന്നൊരു ബോധം അവരുടെ മനസ്സിൽ എന്നൊക്കെ ഉണ്ടായിരുന്നു, അന്നൊക്കെ അല്ലാഹു സുബ്ഹാനഹു വ തആല അവരെ സഹായിച്ചു. മഹാനായ മൂസ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ചരിത്രം സൂറത്തു ശുഅറയിലും സൂറത്തു ത്വാഹയിലും അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്. ലോകം കണ്ട ഏറ്റവും വലിയ ക്രൂരനായ ഭരണാധികാരി ഫിർഔൻ, ആ ഫിർഔനിന്റെ അരികിലേക്ക് പോയിക്കൊണ്ട്, ആ ഫിർഔനിന്റെ കൊട്ടാരത്തിലേക്ക് പോയിക്കൊണ്ട് ഫിർഔനിന്റെ വാദങ്ങളെ ഖണ്ഡിക്കുകയും അല്ലാഹുവിനെ മാത്രമേ ആരാധിക്കാവൂ, ഒരു സൃഷ്ടിയെയും ആരാധിക്കാൻ പാടില്ല, നീ റബ്ബാണെന്ന് പറയുന്ന വാദം ശരിയല്ല എന്ന് ഫിർഔനിന്റെ മുഖത്ത് നോക്കിക്കൊണ്ട് മഹാനായ മൂസ നബി അലൈഹി സ്വലാത്തു വസ്സലാം പറഞ്ഞ സംഭവം നമുക്കെല്ലാവർക്കും അറിയാം. മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ പ്രവാചകത്വം ശരിയാണെന്ന് മനസ്സിലാക്കാൻ, അത് ജനങ്ങൾക്ക് ബോധ്യപ്പെടുത്താൻ അല്ലാഹു സുബ്ഹാനഹു വ തആല മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന് ഒരു മുഅ്ജിസത്ത് നൽകിയിരുന്നു. എന്താണ് സഹോദരങ്ങളെ ആ മുഅ്ജിസത്ത്? മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ കയ്യിലുള്ള വടി അത് നിലത്തിടുകയാണെങ്കിൽ അതിനെ അല്ലാഹു സുബ്ഹാനഹു വ തആല പാമ്പാക്കി മാറ്റും. മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം ഈ ഒരു മുഅ്ജിസത്ത് ജനങ്ങൾക്കിടയിൽ കാണിച്ചു. ഫിർഔൻ മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ നിഷേധിച്ചു. അവൻ പറഞ്ഞു മൂസ മാരണക്കാരനാണ്, മൂസ കള്ളനാണ്. അങ്ങനെ പറഞ്ഞുകൊണ്ട് ആ നാട്ടിൽ ജീവിച്ചിരുന്ന എല്ലാ മാരണക്കാരെയും ഫിർഔൻ എന്ന് പറയുന്ന സ്വേച്ഛാധിപതിയായ ഭരണാധികാരി അവരുടെ കൊട്ടാരത്തിലേക്ക് വിളിച്ചു വരുത്തി. സഹോദരങ്ങളെ, മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം ഒരു വശത്ത് നിന്നു, മറുവശത്ത് ധാരാളം മാരണക്കാർ, ധാരാളം ആൾക്കാർ മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ തോൽപ്പിക്കാൻ, മൂസാ നബി അലൈഹി സ്വലാം കൊണ്ടുവന്നിരിക്കുന്ന മുഅ്ജിസത്തിനെ പരാജയപ്പെടുത്താൻ ദുനിയാവിന്റെ എല്ലാവിധ സൗകര്യങ്ങളോടുകൂടി ഒരു വശത്തതാ ധാരാളം മാരണക്കാർ. മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ചരിത്രം പരിശുദ്ധമായ ഖുർആൻ നമ്മൾക്ക് പറഞ്ഞു തരുന്നു. ഫഅൽഖൗ ഹിബാലഹും വഇസിയഹും വഖാലൂ ബിഇസ്സതി ഫിർഔൻ ഇന്നാ ലനഹ്നുൽ ഗാലിബൂൻ. അവിടെ ഒരുമിച്ച് കൂട്ടിയിരുന്ന മാരണക്കാര് പറഞ്ഞു, ഫിർഔനിന്റെ പ്രതാപം തന്നെയാണ് സത്യം, ഫിർഔനിന്റെ പ്രതാപം തന്നെയാണ് സത്യം, നമ്മളാണ് വിജയിക്കുന്നവർ, നമ്മളാണ് വിജയിക്കുന്നവർ. ഒരു സൃഷ്ടിയുടെ പ്രതാപത്തിൽ സത്യം ചെയ്തുകൊണ്ട് നമ്മൾ വിജയിക്കുമെന്ന് പറഞ്ഞപ്പോൾ മഹാനായ മൂസ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ മനസ്സിൽ ഭയം വന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല മൂസ നബിയെ സംബന്ധിച്ച് പറഞ്ഞു, ഫഔജസ ഫീ നഫ്സിഹി ഖീഫതൻ മൂസ. ഈ പറയപ്പെടുന്ന സംഭവങ്ങൾ കണ്ടപ്പോൾ, അവരിട്ടിരിക്കുന്ന വടികളും പാമ്പായി മാറിയത് കണ്ടപ്പോൾ മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ മനസ്സിൽ ഭയമായി നിറഞ്ഞു. ഖുൽനാ, അല്ലാഹു പറഞ്ഞു, ലാ തഖഫ്, മൂസ നീ പേടിക്കേണ്ടതില്ല, ഇന്നക അൻതൽ അഅല, നീയാണ് വിജയിക്കുന്നവൻ, നീയാണ് വിജയിക്കുന്നവൻ. ഏകനായ റബ്ബുൽ ഇസ്സത്തിനെ മാത്രം ആരാധിക്കണമെന്ന് നീ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിന്നെ സഹായിക്കാമെന്നുള്ളത് എന്റെ ബാധ്യതയാണ് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു.
മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം വടി നിലച്ചിട്ടപ്പോൾ സഹോദരങ്ങളെ മാരണക്കാരിട്ടിരിക്കുന്ന വടികളും അവരുടെ പാമ്പുകളെയും ഒക്കെ മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ വടി അതൊക്കെ വിഴുങ്ങിക്കളഞ്ഞു. മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം വിജയിച്ചു. മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ സംബന്ധിച്ചിടത്തോളം മുസ്ലിമാണെന്ന ഇസ്സത്ത്, അള്ളാഹുവിനെ മാത്രം ആരാധിക്കുന്നു എന്ന ഇസ്സത്ത് മനസ്സിൽ അടിയുറച്ച് വിശ്വസിച്ചപ്പോൾ അള്ളാഹു സുബ്ഹാനഹു വ തആല മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ സഹായിച്ചു. എന്നും ഇത് തന്നെയാണ് ചരിത്രം. മുസ്ലിമീങ്ങൾ എപ്പോഴൊക്കെ അവരുടെ മനസ്സിൽ അള്ളാഹു നൽകിയിരിക്കുന്ന ഇസ്സത്തിന്റെ ബോധം കൊണ്ടു നടന്നിട്ടുണ്ടോ അന്നൊക്കെ അള്ളാഹു അവരെ സഹായിച്ചിട്ടുണ്ട്. പരിശുദ്ധമായ ഖുർആനിൽ സത്യവിശ്വാസികളോട്, എന്നോടും നിങ്ങളോടും അള്ളാഹു പറയുന്നു, വലാ തഹിനു, സഹോദരങ്ങളെ, അള്ളാഹുവിന്റെ അടിയാറുകളെ, ലാ തഹിനു, നിങ്ങൾ ദുർബലരാവാൻ പാടില്ല, വലാ തഹ്സനു, ഖേദിക്കാനും പാടില്ല. ദുനിയാവിന്റെ എന്തെങ്കിലും വസ്തുക്കൾ കണ്ട്, ദുനിയാവിലുള്ള ഭരണാധികാരികളെ കണ്ട്, ദുനിയാവിലുള്ള വസ്തുക്കൾ കണ്ടുകൊണ്ട് നിങ്ങൾ പേടിക്കേണ്ട ആവശ്യമില്ല. വഅൻതുമുൽ അഅലൂൻ, നിങ്ങളാണ് ഏറ്റവും ഉന്നതിയിലുള്ളവർ, നിങ്ങളാണ് ഏറ്റവും ഉന്നതിയിലുള്ളവർ. ഇൻ കുൻതും മുഅ്മിനീൻ, നിങ്ങൾ മുഅ്മിനീങ്ങളാണെങ്കിൽ ഒരാൾക്കും നിങ്ങളെ ഒന്നും ചെയ്യാൻ സാധ്യമല്ല. ഇസ്സത്തോടുകൂടി ജീവിക്കാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് പറഞ്ഞു തന്നു. ഈ ഒരു ആശയത്തിലാണ് സഹാബത്തിനെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വളർത്തിയെടുത്തത്. സഹോദരങ്ങളെ, ചിന്തിച്ചു നോക്കുക, മുസ്ലിമാണെന്ന ഇസ്സത്തോടുകൂടി എത്രമാത്രം നമ്മളിപ്പോൾ ജീവിക്കുന്നുണ്ട്? മുസ്ലിമാണെന്ന ഇസ്സത്തോടുകൂടി എത്ര ആൾക്കാർ നമ്മുടെ കൂട്ടത്തിൽ ജീവിക്കുന്നുണ്ട്? മുസ്ലിമാണെന്ന് പറയാൻ നാണമുള്ളവർ, മുസ്ലിമാണെന്ന് പറയാൻ ലജ്ജിക്കുന്നവർ, ഇസ്ലാമിന്റെ ആശയങ്ങൾ ജനങ്ങളോട് പറയുമ്പോൾ പേടിക്കുന്നവർ, ആൾക്കാരെന്നെ കളിയാക്കുമോ എന്ന് ചിന്തിക്കുന്നവർ, ആൾക്കാരെന്നെ പരിഹസിക്കുമോ എന്ന് ചിന്തിക്കുന്നവർ. സഹോദരങ്ങളെ, എവിടെയാണ് നമ്മുടെ ഇസ്സത്ത്? എവിടെയാണ് നമ്മുടെ ഇസ്സത്ത്? ഹക്കീം ഇബ്നു ഹിസാം റളിയല്ലാഹു അൻഹു അദ്ദേഹം ഇസ്ലാം സ്വീകരിക്കുന്നതിന് മുമ്പ് ഒരു ദിവസം പട്ടണത്തിലേക്ക് പോയി. അദ്ദേഹം അവിടെ നല്ലൊരു വസ്ത്രം കണ്ടു. അദ്ദേഹം കാഫിറാണ്. ആ സമയത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ വളരെയധികം സ്നേഹിച്ചിരുന്ന ആ സ്വഹാബി ഇസ്ലാം സ്വീകരിക്കുന്നതിന് മുമ്പ് തന്നെ പ്രവാചകനെ ഇഷ്ടമായിരുന്നു. ഒരു ദിവസം പട്ടണത്തിലേക്ക് പോയപ്പോൾ വളരെ നല്ലൊരു വസ്ത്രം കണ്ടു. ഹക്കീം ഇബ്നു ഹിസാം റളിയല്ലാഹു അൻഹു കരുതി, ഈ വസ്ത്രം അള്ളാഹുവിന്റെ റസൂലിന് വേണ്ടി വാങ്ങിക്കാം. അന്ന് അദ്ദേഹം കാഫിറാണ്. അദ്ദേഹം വലിയൊരു വില കൊടുക്കുകയും ആ വസ്ത്രം വാങ്ങിക്കുകയും ചെയ്തു. അദ്ദേഹം അവരോട് ചോദിച്ചു, എന്തുകൊണ്ടാണ് ഇത്ര വലിയ വില ഈ ഒരു വസ്ത്രത്തിന്? സാധാരണ വസ്ത്രമല്ലേ? അല്ലെങ്കിൽ സാധാരണ വസ്ത്രങ്ങളെക്കാളും എത്രയോ ഇരട്ടി വില എന്തുകൊണ്ടാണ് ഈ വസ്ത്രത്തിന്? അവിടെ ഉണ്ടായിരുന്ന ആൾക്കാർ പറഞ്ഞു, യമനിലെ രാജാവായിരുന്ന ദി യസൻ ഉപയോഗിക്കുന്ന വസ്ത്രമാണിത്, അതുകൊണ്ട് തന്നെ ഇതിന് വില അല്പം കൂടുതലാണ്. ഹക്കീം ഇബ്നു ഹിസാം കാഫിറായിരുന്ന ആ വ്യക്തി, അദ്ദേഹം വലിയൊരു വില നൽകുകയും ആ വസ്ത്രം വാങ്ങിക്കുകയും ചെയ്തു. അദ്ദേഹത്തിന്റെ മനസ്സിൽ ഇത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് നൽകണമെന്ന ചിന്തയാണ്. പ്രവാചകന്റെ അരികിൽ പോയിക്കൊണ്ട് ആ വസ്ത്രം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് നൽകി. ആ വസ്ത്രത്തിന് വലിയൊരു വിലയുണ്ടെന്ന് അറിഞ്ഞപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഞാൻ നിനക്ക് ആ വില തരാം, എന്നിട്ട് നീ എനിക്ക് ആ വസ്ത്രം നൽകിയാൽ മതി എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കാഫിറായിരുന്ന ഹക്കീം ഇബ്നു ഹിസാമിനോട് പറഞ്ഞു. കാഫിരീങ്ങൾ നൽകുന്ന ആ രീതിയിലുള്ളൊന്നും സ്വീകരിക്കേണ്ട എന്ന അർത്ഥത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവർക്ക് വില നൽകുകയും ആ ഒരു വസ്ത്രത്തെ സ്വീകരിക്കുകയും ചെയ്തു. സഹോദരങ്ങളെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ വസ്ത്രം ധരിച്ചു. മിമ്പറിൽ കയറിക്കൊണ്ട് ജനങ്ങളോട് ഖുതുബ പറഞ്ഞു. സഹാബികൾ പറയുന്നു, ആ വസ്ത്രം ധരിച്ചിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വളരെ നല്ല സൗന്ദര്യത്തോടുകൂടി പ്രവാചകനെ നമ്മൾ കണ്ടു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഖുതുബ കഴിഞ്ഞു താഴെ ഇറങ്ങി. ഇതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഖുതുബ കഴിഞ്ഞ് താഴേക്ക് ഇറങ്ങി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ വസ്ത്രം മടക്കിക്കൊണ്ട് ഉസാമ ഇബ്നു സെയ്ദ് റളിയല്ലാഹു അൻഹുവിന്റെ കയ്യിൽ നൽകി. നിങ്ങൾക്കറിയാം ആരാണ് ഉസാമ? ആരാണ് ഉസാമ? മദീനയിൽ വന്നപ്പോൾ ഉസാമ ഒരു അടിമയാണ്. ഉസാമയുടെ വാപ്പ സെയ്ദ് ബിൻ ഹാരിസയും ഒരു അടിമയാണ്. ആ അടിമയായ സ്വഹാബിക്ക് യമനിലെ രാജാവ് ഉപയോഗിക്കുന്ന വസ്ത്രം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നൽകി. ഉസാമ റളിയല്ലാഹു അൻഹു ആ വസ്ത്രം ധരിച്ചുകൊണ്ട് നടക്കുമ്പോൾ ഹക്കീം ഇബ്നു ഹിസാം കണ്ടു. അദ്ദേഹം ഉസാമയോട് ചോദിച്ചു, അൻത തൽബസ് ഹുല്ലത ദിൽ യസൻ, യമനിലുള്ള രാജാക്കന്മാർ ധരിക്കുന്ന വസ്ത്രമാണോ സാധാരണ ഒരു അടിമയായ നീ ധരിക്കുന്നത് എന്ന് അദ്ദേഹത്തെ പരിഹസിച്ചുകൊണ്ട് ഉസാമ റളിയല്ലാഹു അൻഹുവിനോട് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞ മറുപടി എന്താണ്? അന ഖൈറും മിൻ ദി യസൻ, ദി യസനിനേക്കാൾ, യമനിലെ ഭരണാധികാരിയായ കാഫിറായ അവനേക്കാൾ എത്രയോ നല്ലത് ഞാനാണ് എന്ന് ഉസാമ റളിയല്ലാഹു അൻഹു അവരോട് തിരിച്ചു പറഞ്ഞു. ഇതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവർക്ക് പഠിപ്പിച്ചു കൊടുത്തിരുന്ന ആശയം. ഏതൊരു വിഷയത്തെക്കാൾ, ഏത് ദുനിയാവിന്റെ സുഖങ്ങൾ ഒരു വ്യക്തിക്ക് നൽകപ്പെട്ടിട്ടുണ്ടെങ്കിലും നമുക്ക് അല്ലാഹു നൽകിയിരിക്കുന്ന ദീൻ, നമുക്ക് അല്ലാഹു നൽകിയിരിക്കുന്ന ഈ ഒരു വിശ്വാസം സഹോദരങ്ങളെ, അത് ഇസ്സത്തോട് കൂടി കൊണ്ടു നടക്കാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. സഹാബത്തിന്റെ ജീവിതത്തിൽ എപ്പോഴും ആ രീതിയിലാണ് അവർ ജീവിച്ചുകൊണ്ടിരുന്നത്.
അതല്ലാതെ ഇന്ന് ചില ആൾക്കാരെ പോലെ ദുനിയാവിന്റെ എന്തെങ്കിലും വസ്തുക്കൾക്ക് വേണ്ടി ദീനിനെ പണയം വെക്കുന്നവർ, ദുനിയാവിന്റെ അധികാരങ്ങൾക്ക് വേണ്ടി ദീനിനെ പണയം വെക്കുന്നവർ, എന്തെങ്കിലും സമ്പത്തിന് വേണ്ടി ദീനിനെ പണയം വെക്കുന്നവർ, ഈ ഒരു സ്വഭാവം ഒരിക്കലും സ്വഹാബത്തിനിടയിൽ ഉണ്ടായിരുന്നില്ല. നമ്മൾ ചിന്തിച്ചു നോക്കുക, നമ്മുടെ അവസ്ഥയെ സംബന്ധിച്ച് എത്രത്തോളം മുസ്ലിം ആയതിൽ ഇസ്സത്തോടുകൂടി നടക്കാൻ നമുക്ക് സാധിക്കുന്നുണ്ട്. സഹോദരങ്ങളെ, എപ്പോഴൊക്കെ മുസ്ലിം സമൂഹം ഇസ്സത്തിന്റെ ബോധത്തോടുകൂടി നടന്നിട്ടുണ്ടോ അന്നൊക്കെ അല്ലാഹു സുബ്ഹാനഹു വ തആല അവരെ സഹായിച്ചിട്ടുണ്ട്. ചരിത്രം നിങ്ങൾ പഠിച്ചാൽ ധാരാളം ഉദാഹരണങ്ങൾ അതിന് കാണാൻ സാധിക്കും. അതുകൊണ്ട് നമ്മൾ ജീവിക്കുമ്പോൾ അല്ലാഹു പറഞ്ഞതുപോലെ ഇന്നക അൻതൽ അഅല, നിങ്ങളാണ് ഏറ്റവും ഉന്നതിയിലുള്ളവർ എന്ന ബോധത്തോടുകൂടി, ഞാൻ മുസ്ലിമാണ്, റബ്ബിന്റെ മുമ്പിൽ സുജൂദ് ചെയ്യുന്നവനാണെന്ന ബോധത്തോടുകൂടി ജീവിക്കാൻ, ആ ഒരു നിയ്യത്ത് നമ്മുടെ മനസ്സിൽ കൊണ്ടു നടക്കാൻ സഹോദരങ്ങളെ നമുക്കെന്നും സാധിക്കണം. ഇതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു തന്നത്. ഇസ്ലാമായതിൽ അഭിമാനിക്കുക. സമ്പാദ്യത്തിന്റെ പേരിൽ അഭിമാനിക്കാൻ നമുക്കൊന്നുമില്ല. അതുപോലെ തന്നെ ദുനിയാവിന്റെ അധികാരമുണ്ടെങ്കിൽ നമുക്ക് എന്ത് അഭിമാനിക്കാൻ ഒരു വകയുമില്ല. ഒരു ദിവസം ഈ ദുനിയാവിൽ നിന്ന് മരിക്കും, അതിനുശേഷം അള്ളാഹുവിന്റെ മുന്നിലെത്തും. നമ്മുടെ സമ്പാദ്യം, നമ്മുടെ അധികാരം, നമ്മുടെ കുടുംബക്കാർ, നാട്ടുകാർ, നമ്മുടെ എവിടെയുള്ള ഒരു വസ്തുവും സഹോദരങ്ങളെ അള്ളാഹുവിന്റെ മുമ്പിൽ നമുക്ക് ഒരു ഉപകാരവും ചെയ്യുകയില്ല. നമ്മുടെ ദീൻ മാത്രമാണ് നമ്മുടെ കൂടെ ഉണ്ടാവുക. അതുകൊണ്ട് സഹോദരങ്ങളെ, ഇസ്ലാമിന്റെ ഇസ്സത്ത് എവിടെയും മുറുകെ പിടിക്കുക. അള്ളാഹുവിന്റെ മുന്നിലല്ലാതെ ഒരു മഖ്ലൂഖിന്റെ മുമ്പിലും തലകുനിക്കാൻ പാടില്ല. ഇസ്ലാമിനെ പണയം വെക്കാൻ പാടില്ല. മഹാനായ മുആദ് ഇബ്നു ജബൽ റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലഘട്ടത്തിൽ അദ്ദേഹം ഏതാനും ദിവസം ഷാമിൽ പോയിക്കൊണ്ട് അവിടെ താമസിച്ചു. ഷാമിൽ അദ്ദേഹം താമസിച്ചു. തിരിച്ചു മദീനയിലേക്ക് വന്നു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ കണ്ടയുടൻ പ്രവാചകന്റെ മുമ്പിൽ സുജൂദ് ചെയ്തു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആശ്ചര്യത്തോടു കൂടി ചോദിച്ചു, മാ ഹാദാ യാ മുആദ്, മുആദ് നീ എന്താണ് ചെയ്യുന്നത്? അല്ലാഹുവിന്റെ മുമ്പിലല്ലാതെ ഒരു മഖ്ലൂഖിന്റെ മുമ്പിലും സുജൂദ് ചെയ്യരുത് എന്ന് പഠിപ്പിക്കുന്ന പരിശുദ്ധമായ ദീനുൽ ഇസ്ലാമിന്റെ അനുയായിയായ നീ എന്തിനാണ് എന്റെ മുമ്പിൽ സുജൂദ് ചെയ്തത് എന്ന് ചോദിച്ചപ്പോൾ മുആദ് റളിയല്ലാഹു അൻഹു മറുപടി നൽകി, പ്രവാചകരെ സല്ലല്ലാഹു അലൈഹി വസല്ലം, റഅയ്തുഹും ഫിശ്ശാം യസ്ജുദൂന ലിഅസാഖിഫതിഹിം വബതാരിഖതിഹിം, ഞാൻ ഷാമിൽ പോയപ്പോൾ അവിടെയുള്ള ജനങ്ങൾ, അവിടെയുള്ള നേതാക്കന്മാർക്ക് വേണ്ടി, അവരുടെ ഭരണാധികാരികൾക്ക് വേണ്ടി സുജൂദ് ചെയ്യുന്നതായിട്ട് ഞാൻ കണ്ടു. അവർ അവരുടെ നേതാവിനെ സ്നേഹിക്കുന്നതിനേക്കാൾ നമ്മുടെ നേതാവായ പ്രവാചകരെ, താങ്കളെ നമ്മൾ സ്നേഹിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് മുആദ് ഇബ്നു ജബൽ റളിയല്ലാഹു അൻഹു സുജൂദ് ചെയ്തപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഫലാ തഫഅലു, അങ്ങനെ നിങ്ങൾ സുജൂദ് ചെയ്യാൻ പാടില്ല. ലാ തസ്ജുദു ലിശ്ശംസി, സൂര്യനല്ല സുജൂദ് ചെയ്യേണ്ടത്, വലാ ലിൽ ഖമരി, ചന്ദ്രനല്ല സുജൂദ് ചെയ്യേണ്ടത്, വസ്ജുദു ലില്ലാഹില്ലദീ ഖലഖഹുൻ, അവരെയൊക്കെ പടച്ചിരിക്കുന്ന അല്ലാഹുവിന് മാത്രമേ സുജൂദ് ചെയ്യാവൂ എന്ന ആശയം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മുആദ് ഇബ്നു ജബൽ റളിയല്ലാഹു അൻഹുവിന് പകർന്നു നൽകി. സഹോദരങ്ങളെ, നമ്മൾ ചിന്തിക്കുക, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുമ്പിൽ തലകുനിച്ചപ്പോൾ പ്രവാചകൻ പറയുകയാണ്, എന്റെ മുമ്പിൽ സുജൂദ് ചെയ്യാൻ പാടില്ല. ഇന്ന് ജീവിക്കുന്ന എത്രയോ മുസ്ലിമീങ്ങൾ ഈ ഒരു സുജൂദായ പ്രവർത്തനം ചെയ്യുന്നില്ലെങ്കിലും അവരുടെ വാക്കുകളിലൂടെ, അവരുടെ പ്രവർത്തനങ്ങളിലൂടെ ദീനിനെ പണയം വെച്ച് മറ്റുള്ളവരുടെ തൃപ്തിയും മറ്റുള്ളവരുടെ നല്ലൊരു അംഗീകാരവും ആഗ്രഹിച്ചുകൊണ്ട് ദീനിനെ പണയം വെച്ച് ജീവിക്കുന്നവർ എത്രയോ അധികം നമ്മുടെ നാട്ടിൽ. ഇതായിരുന്നില്ല ഒരിക്കലും മുൻഗാമികളുടെ ചര്യ. ഇങ്ങനെയല്ല മുൻഗാമികൾ സഹോദരങ്ങളെ ജീവിച്ച് കാണിച്ചു തന്നത്. അതുകൊണ്ട് നമ്മുടെ തല ഒരാളുടെ മുമ്പിലും കുനിക്കാൻ പാടില്ല. അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ പണ്ഡിതന്മാരുടെ ചരിത്രം നിങ്ങൾ വായിച്ചു നോക്കുക. ഇമാം അബൂബക്കർ അൽ ബാഖില്ലാനി റഹ്മത്തുള്ളാഹി അലൈഹി അശ്അരി മദ്ഹബിൽപ്പെട്ട ഒരു പണ്ഡിതനാണ് അദ്ദേഹം. അദ്ദേഹത്തെ ഒരു ദിവസം കോൺസ്റ്റാന്റിനോപ്പിളിലെ ക്രൈസ്തവ സഭയുമായി ചർച്ച ചെയ്യാൻ ഇറാഖിലെ ഭരണാധികാരി അദ്ദേഹത്തെ അയച്ചു. റോമൻ സാമ്രാജ്യത്തിന്റെ ഭരണകൂടത്തിലേക്ക്, അവരുടെ കൊട്ടാരത്തിലേക്ക് അബൂബക്കർ ബാഖില്ലാനി റഹ്മത്തുള്ളാഹി അലൈഹി കടന്നു വന്നു. അദ്ദേഹം കടന്നു വരുമ്പോൾ റോമക്കാരെ സംബന്ധിച്ച് അദ്ദേഹം കേട്ടിട്ടുണ്ട്, അവരുടെ അരികിൽ സാധാരണക്കാർ, അല്ലെങ്കിൽ അവരുടെ അരികിൽ, ആ രാജാവിന്റെ അരികിൽ സാധാരണ ജനങ്ങൾ എത്തിയാൽ തലകുനിച്ചുകൊണ്ട് അവരെ ബഹുമാനിക്കും, സുജൂദ് ചെയ്തുകൊണ്ട് അവരെ ബഹുമാനിക്കും. മഹാനായ അബൂബക്കർ ബാഖില്ലാനിയെ സംബന്ധിച്ചിടത്തോളം, അള്ളാഹുവിന്റെ വഹ്ദാനിയത്തിൽ വിശ്വസിക്കുന്ന അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം ഒരു സൃഷ്ടിയുടെ മുമ്പിലും സുജൂദ് ചെയ്യാൻ അദ്ദേഹം തയ്യാറായിരുന്നില്ല. അദ്ദേഹത്തിന്റെ ഈ സ്വഭാവം അറിയായിരുന്ന റോമിലെ ആ ചക്രവർത്തി തീരുമാനിച്ചു, സാധാരണ ജനങ്ങൾ പ്രവേശിക്കുന്ന വാതിൽ അടച്ചു കളയുക, അതിനുശേഷം അവിടെയുള്ള ചെറിയ വാതിൽ തുറക്കുക. ആ വാതിലിലൂടെ അദ്ദേഹം കയറി വരുമ്പോൾ സ്വാഭാവികമായിട്ടും അദ്ദേഹത്തിന് തല കുനിക്കേണ്ടി വരും. തല കുനിക്കാതെ അദ്ദേഹത്തിന് പ്രവേശിക്കാൻ സാധ്യമല്ല. ആ ഒരു രീതിയിൽ അദ്ദേഹം വരികയാണെങ്കിൽ എന്റെ മുമ്പിൽ സുജൂദ് ചെയ്തതുപോലെ, അല്ലെങ്കിൽ തല കുനിച്ചതുപോലെ എനിക്ക് ആശ്വസിക്കാമല്ലോ എന്ന് കരുതിക്കൊണ്ട് അവിടുത്തെ രാജാവ് ഉത്തരവിറക്കി.
അബൂബക്കർ ബാഖില്ലാനി റഹ്മത്തുള്ളാഹി അലൈഹി കൊട്ടാരത്തിനരികിലേക്ക് വന്നു. ക്രൈസ്തവ സഭയുമായി ചർച്ച ചെയ്യാൻ ഇറാഖിലെ ഭരണാധികാരിയാണ് അബൂബക്കർ ബാഖില്ലാനി അയച്ചത്. സഹോദരങ്ങളെ, അവിടെ എത്തിയപ്പോൾ അബൂബക്കർ ബാഖില്ലാനി കാണുന്നത് എന്താണ്? ചെറിയൊരു വാതിൽ മാത്രം. ആ രാജാവിന്റെ സ്വഭാവം അറിയായിരുന്ന, ആ രാജാവിന് വരുന്നവരൊക്കെ സുജൂദ് ചെയ്യണമെന്നൊരു വാശിയുണ്ടായിരുന്നു എന്നറിയുന്ന അബൂബക്കർ ബാഖില്ലാനി റഹ്മത്തുള്ളാഹി അലൈഹി നേരെ പ്രവേശിക്കാതെ തിരിഞ്ഞുകൊണ്ട് അദ്ദേഹത്തിന്റെ പിൻഭാഗം രാജാവിന് നേരെയാക്കിക്കൊണ്ട് അദ്ദേഹം പ്രവേശിച്ചു. അദ്ദേഹം അവർക്ക് നൽകിയിരിക്കുന്ന ആശയം എന്താണ്? അള്ളാഹുവിന്റെ മുമ്പിലല്ലാതെ ഒരു മഖ്ലൂഖിന്റെ മുമ്പിലും, അത് എത്ര വലിയ രാജാവാണെങ്കിലും, എത്ര വലിയ ഭരണാധികാരിയാണെങ്കിലും, ഏത് സമുദായമാണെങ്കിലും, അവരുടെ മുമ്പിൽ നമ്മുടെ തല നമ്മൾ കുനിക്കുകയില്ല. ഈ ഒരു വിശ്വാസം സഹോദരങ്ങളെ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കണം. ഒരാളുടെ മുമ്പിലും നമ്മൾ തലകുനിക്കാൻ പാടില്ല. ഒരാളുടെ മുമ്പിലും നമ്മുടെ ദീനിനെ പണയം വെക്കാൻ പാടില്ല. മറിച്ച് ഇസ്സത്തോടു കൂടി നമ്മൾ ജീവിക്കുക. അള്ളാഹു നമുക്ക് നൽകിയ അവകാശമാണത്. ഒരു വ്യക്തിക്കും അതിനെ തടസ്സപ്പെടുത്താൻ സാധിക്കുകയില്ല. മുസ്ലിം സമൂഹത്തെ സംബന്ധിച്ചിടത്തോളം ഇസ്സത്തോടെയാണ് അവർ ജീവിച്ചത്. ഇസ്ലാമിന്റെ ചരിത്രം അങ്ങനെയാണ്. എവിടെയും നിങ്ങൾ പഠിച്ചാൽ ഇസ്ലാമിന്റെ ചരിത്രത്തിൽ ഇസ്സത്തില്ലാതെ മുസ്ലിമീങ്ങൾ ജീവിച്ച ഒരു കാലവും നിങ്ങൾക്ക് കാണാൻ സാധ്യമല്ല. എന്നാൽ ഇന്ന് പല ആൾക്കാരും ഇസ്ലാമിനെ പണയം വെച്ചുകൊണ്ട് ജീവിക്കുന്നത് നമുക്ക് നമ്മുടെ കൺമുമ്പിൽ കാണാൻ സാധിക്കും. അതുകൊണ്ട് സഹോദരങ്ങളെ, ഇസ്സത്തോടു കൂടി ജീവിക്കുക. എങ്ങനെയാണ് നമുക്ക് ഇസ്സത്ത് ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കുക? ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു അബൂ ഉബൈദ റളിയല്ലാഹു അൻഹുവിനോട് പറഞ്ഞതുപോലെ, ഇന്നാ കുന്നാ അദല്ല ഖൗമിൻ, നമ്മൾ വളരെയധികം മോശപ്പെട്ട ജനങ്ങളായിരുന്നു, ഒന്നിനും കൊള്ളാത്തവരായിരുന്നു. ജാഹിലിയ കാലഘട്ടത്തിൽ നമ്മൾ സ്വന്തം മക്കളെ ജീവനോടെ കുഴിച്ചു മൂടിയവർ, അതുപോലെ തന്നെ ശിർക്ക് ചെയ്തവർ, അതുപോലെ തന്നെ കള്ളു കുടിച്ച് നടന്നവർ, ജനങ്ങളോട് അക്രമം കാണിച്ചവർ, വളരെ മോശമായിട്ടാണ് നമ്മൾ ജീവിച്ചുകൊണ്ടിരുന്നത്. അള്ളാഹു നമുക്ക് പ്രതാപം നൽകിയിരിക്കുന്നത് പരിശുദ്ധമായ ദീനുൽ ഇസ്ലാമിലൂടെയാണ്. ഇസ്ലാം അല്ലാത്ത ഒരു മാർഗം സ്വീകരിച്ച് ഇതിലാണ് എനിക്ക് ഇസ്സത്ത് എന്ന് വിശ്വസിച്ചാൽ അള്ളാഹു സുബ്ഹാനഹു വ തആല നിന്ദിച്ചു കളയും. അതുകൊണ്ട് ഇസ്ലാമിലാണ് ഇസ്സത്ത് എന്ന് മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു നമുക്ക് പഠിപ്പിച്ചു തരുന്നു. അതുകൊണ്ട് സഹോദരങ്ങളെ, ഇസ്സത്തോടു കൂടി ജീവിക്കുക, അഭിമാനത്തോടുകൂടി ജീവിക്കുക. അള്ളാഹു നൽകിയിരിക്കുന്ന മതമാണ് നമ്മൾ വിശ്വസിക്കുന്നതെങ്കിൽ, അള്ളാഹുവിന്റെ ലോകത്താണ് നമ്മൾ ജീവിക്കുന്നതെങ്കിൽ, അള്ളാഹു നൽകുന്ന വായു ശ്വസിച്ച് അവൻ നൽകുന്ന വെള്ളം കുടിച്ചാണ് നമ്മൾ ജീവിക്കുന്നതെങ്കിൽ, ഒരു സൃഷ്ടിയുടെ മുമ്പിലും നമ്മുടെ ദീനിനെ നമ്മൾ പണയം വെക്കാൻ പാടില്ല. മറിച്ച് ഉറച്ച വിശ്വാസത്തോടുകൂടി ഏത് സാഹചര്യത്തിലും ആ റബ്ബ് എന്നെ സഹായിക്കുമെന്ന വിശ്വാസത്തോടുകൂടി നമ്മൾ മുന്നോട്ട് പോവുക. നമ്മുടെ വിശ്വാസ കാര്യത്തിൽ എന്താണോ ഇസ്ലാം പറഞ്ഞത് അത് നമ്മൾ ചെയ്യുക. അള്ളാഹുവിനെ മാത്രം ആരാധിക്കുക. ഒരു സൃഷ്ടിയോടും ആരാധന നടത്തരുത്, ഒരാളോടും പ്രാർത്ഥിക്കരുത്, അള്ളാഹുവിനോടല്ലാതെ. ഒരു വലിയനോടും പ്രാർത്ഥിക്കരുത്, അതുപോലെ തന്നെ ഒരു നബിയോടും പ്രാർത്ഥിക്കരുത്. വിശ്വാസ കാര്യങ്ങളിൽ എന്താണോ ഇസ്ലാം പറഞ്ഞിരിക്കുന്നത് ഇസ്സത്തോടുകൂടി ജീവിതത്തിൽ പാലിക്കുക. വസ്ത്രത്തിന്റെ വിഷയത്തിൽ എന്താണോ ഇസ്ലാം പറഞ്ഞിരിക്കുന്നത് ഇസ്സത്തോടുകൂടി ജീവിതത്തിൽ മുറുകെ പിടിക്കുക. നെരിയാണിക്ക് താഴെ വസ്ത്രം ധരിക്കുന്നത് നരകത്തിലുള്ള വസ്ത്രമാണെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുണ്ടെങ്കിൽ സഹോദരങ്ങളെ, നെരിയാണിക്ക് താഴെ വസ്ത്രം ധരിക്കരുത്. ഒരു പക്ഷേ ചില ആൾക്കാർ കളിയാക്കും, ചില ആൾക്കാർ പരിഹസിക്കും. ഇവിടെ എന്താ വെള്ളപ്പൊക്കമുണ്ടോ, എന്തിനാ ഇങ്ങനെ പാന്റ് കയറ്റിവെക്കുന്നത് എന്ന് ചോദിക്കും. സഹോദരങ്ങളെ, അള്ളാഹു നൽകിയിരിക്കുന്ന ഇസ്സത്ത്, അവന്റെ ദീനനുസരിച്ച് ജീവിക്കാനുള്ള ഇസ്സത്ത്, അത് നമ്മുടെ ജീവിതത്തിൽ എപ്പോഴും മുറുകെ പിടിക്കണം. ഇന്ന് ചില ആൾക്കാരുടെ അവസ്ഥ എന്താ? നെരിയാണിക്ക് മുകളിൽ വസ്ത്രം ധരിച്ചാൽ അവർ കളിയാക്കും. യൂറോപ്യൻസിന്റെ കൾച്ചറും പിൻപറ്റിക്കൊണ്ട് അവർ ധരിക്കുന്നത് പോലെ നടന്നാൽ അതൊക്കെ വലിയ അഭിമാനമായി അന്തസ്സായി പല ആൾക്കാരും കൊണ്ടു നടക്കുന്നു. എവിടെ നിന്നാണ് സഹോദരങ്ങളെ ഈ ജീർണിച്ച സംസ്കാരങ്ങൾ മുസ്ലിം ഉമ്മത്തിലേക്ക് കടന്നു വന്നത്? അതുപോലെ തന്നെ സ്ത്രീകളുടെ വസ്ത്രധാരണം, സ്ത്രീകൾ പല ആൾക്കാരും മുഖം മറക്കാതെ നടക്കുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിലക്കിയിരിക്കുന്ന വസ്ത്രധാരണ ജീവിതത്തിൽ സ്വീകരിക്കുന്നു. ചോദിച്ചാൽ എന്താ പറയാ? ആൾക്കാർ പരിഹസിക്കും, ആൾക്കാർ കളിയാക്കും. സഹോദരങ്ങളെ, ഇങ്ങനെയുള്ള സ്ത്രീകൾ നരകത്തിലേക്കല്ലേ പോകുന്നത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു തന്ന ദീൻ അത് ജീവിതത്തിൽ ഒഴിവാക്കിക്കൊണ്ട് ഏതെങ്കിലും വ്യക്തികൾ പറഞ്ഞിരിക്കുന്ന സംസ്കാരങ്ങൾ പേറിക്കൊണ്ട് ഇതാണ് നല്ലത് എന്ന് കരുതാൻ മാത്രം ഈ ഉമ്മത്തിന്റെ അഖീദ, ഈ ഉമ്മത്തിന്റെ വിശ്വാസം എപ്പോഴാണ് ഇത്രയും അധികം മോശപ്പെട്ടു പോയത്? അതുകൊണ്ട് സഹോദരങ്ങളെ, നമ്മുടെ ജീവിതത്തിൽ എപ്പോഴും ഇസ്സത്തോടുകൂടി ജീവിക്കുക, വിശ്വാസത്തിൽ ഇസ്സത്തോടുകൂടി ജീവിക്കുക, വസ്ത്രധാരണത്തിൽ അള്ളാഹുവിന്റെ റസൂൽ പഠിപ്പിച്ചതുപോലെ ജീവിക്കുക. സ്ത്രീകളും അവരുടെ വസ്ത്രത്തിന്റെ വിഷയത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചതുപോലെ ജീവിക്കുക. ഇന്ന് ചില സ്ത്രീകളൊക്കെ വസ്ത്രം ധരിക്കുന്നത് കാണുമ്പോൾ അവരുടെ ദീനില്ലായ്മയെ സംബന്ധിച്ചല്ല, മറിച്ച് അവരുടെ വീട്ടിലുള്ള പുരുഷന്മാരുടെ അവസ്ഥയെ സംബന്ധിച്ചാണ് ഓർമ്മ വരിക.
സഹോദരങ്ങളെ, എങ്ങനെയാണ് ഒരു സ്ത്രീയെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചതെന്ന വസ്ത്രം ഒഴിവാക്കിക്കൊണ്ട് ഈ ദുനിയാവിൽ ഏതെങ്കിലും വ്യക്തികൾ സ്ത്രീയുടെ ശരീരം മോഹിച്ചുകൊണ്ട് പഠിപ്പിക്കുന്ന വസ്ത്രം ധരിപ്പിച്ച് നടത്താൻ നമുക്ക് മനസ്സിന് തോന്നുന്നത്? അതുകൊണ്ട് സഹോദരങ്ങളെ, എല്ലാ വിഷയത്തിലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രവാചകനെ പിൻപറ്റുക, അള്ളാഹുവിന്റെ ദീനിലാണ് ഇസ്സത്ത് എന്ന് മനസ്സിലാക്കുക. ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞതുപോലെ, അള്ളാഹുവിന്റെ ദീനല്ലാത്ത ഒരു മാർഗത്തിൽ ഇസ്സത്ത് നമ്മൾ തേടിയാൽ അള്ളാഹു നമ്മളെ നിന്ദിച്ചു കളയും. അതുകൊണ്ട് വിശ്വാസത്തിൽ, വസ്ത്രധാരണത്തിൽ, നമ്മുടെ പെരുമാറ്റത്തിൽ, നമ്മുടെ ജീവിതത്തിന്റെ എല്ലാ മേഖലയിലും സഹോദരങ്ങളെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മാർഗം മുറുകെ പിടിക്കുക. അതാണ് ഇസ്സത്ത് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് നമ്മുടെ ജീവിതത്തെ മുന്നോട്ടേക്ക് നയിക്കുക. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മനിൽ തമസ റിളാ അല്ലാഹി ബിസഖത്തിൻ നാസ് കഫാഹു അല്ലാഹു മുഅനതൻ നാസ്. ആരെങ്കിലും അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ തൃപ്തിയാണ് ആഗ്രഹിക്കുന്നതെങ്കിൽ, ജനങ്ങൾ കോപിച്ചാലും ആൾക്കാർ പരിഹസിച്ചാലും ആൾക്കാർ വഴക്ക് പറഞ്ഞാലും അതൊന്നും എനിക്ക് വിഷയമല്ല, എന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു തന്ന മാർഗമാണ് ഞാൻ പിൻപറ്റുക എന്നൊരു ബോധത്തോടുകൂടി ആരെങ്കിലും ജീവിക്കാൻ വേണ്ടി തയ്യാറാണെങ്കിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ കാര്യം ഏറ്റെടുക്കുമെന്ന് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. അതുകൊണ്ട് സഹോദരങ്ങളെ, നമ്മുടെ ജീവിതത്തിൽ ഇസ്സത്തോടുകൂടി മുന്നോട്ടേക്ക് പോവുക. ഇസ്സത്തോടുകൂടി ജീവിക്കാൻ തയ്യാറായാൽ അല്ലാഹുവിന്റെ സഹായം നമുക്കുണ്ടാകുമെന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല. ഒരൊറ്റ ഉദാഹരണം മാത്രം പറയാം. മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ കാലഘട്ടം, റോമ സാമ്രാജ്യം വലിയൊരു സൈന്യത്തെ തയ്യാറാക്കിക്കൊണ്ട് അബൂബക്കർ റളിയല്ലാഹു അൻഹുവിന് കത്തെഴുതിക്കൊണ്ട് പറഞ്ഞു, നിങ്ങൾ ഇസ്ലാമിന്റെ ആശയം ഒഴിവാക്കിയിട്ടില്ല എങ്കിൽ നിങ്ങളെ എല്ലാവരെയും നമ്മൾ ഉന്മൂലനം ചെയ്യും. മുസ്ലിം സമൂഹത്തെ ഭയപ്പെടുത്താൻ മാത്രമുള്ള ഒരു കത്തെഴുതിക്കൊണ്ട് റോമൻ സാമ്രാജ്യം അബൂബക്കർ റളിയല്ലാഹു അൻഹുവിലേക്ക് ഒരു കത്തെഴുതി. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ആ കത്തിന് മറുപടിയായിക്കൊണ്ട് ഇങ്ങനെയാണ് എഴുതിയത്, നിങ്ങൾ വിരട്ടിയിരിക്കുന്നത് മുസ്ലിമീങ്ങളെയാണ്. അള്ളാഹുവിനെ മാത്രം ആരാധിക്കുന്ന, പ്രവാചകന്റെ റിസാലത്തിൽ വിശ്വസിക്കുന്ന മുസ്ലിമീങ്ങളെയാണ് നിങ്ങൾ വിലക്കിയത്. അതുകൊണ്ട് നിങ്ങൾക്കെതിരുള്ള മറുപടി അള്ളാഹുവിന്റെ വാൾ എന്ന് വിശേഷിപ്പിച്ച ഖാലിദ് ബിനുൽ വലീദിനെ അയച്ചുകൊണ്ട് ഞാൻ നൽകുമെന്ന് പറഞ്ഞുകൊണ്ട് ഖാലിദ് ബിനുൽ വലീദ് റളിയല്ലാഹു അൻഹുവിനെ അയച്ചു. യൂഫ്രട്ടീസ് നദീ തീരത്ത് വെച്ച് റോമക്കാരെ ഖാലിദ് ബിനുൽ വലീദ് റളിയല്ലാഹു അൻഹുവിന്റെ നേതൃത്വത്തിൽ കാഫിര്യങ്ങളെ പരാജയപ്പെടുത്തി. സഹോദരങ്ങളെ, ഇതൊക്കെ നമുക്ക് പഠിപ്പിച്ചു തരുന്ന ആശയങ്ങൾ എന്താണ്? മുസ്ലിം സമൂഹത്തെ സംബന്ധിച്ചിടത്തോളം, മുസ്ലിമീങ്ങളെ സംബന്ധിച്ചിടത്തോളം അള്ളാഹുവിന്റെ ദീൻ അവർ ജീവിതത്തിൽ മുറുകെ പിടിക്കുമെങ്കിൽ അവരെ ഭയപ്പെടുത്താൻ, അവരെ ഇല്ലാതാക്കാൻ ഒരാൾക്കും സാധ്യമല്ല. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ കാലഘട്ടം ഷാമിൽ ജീവിച്ചിരുന്ന മുസ്ലിമീങ്ങളെ അവിടുത്തെ ഭരണാധികാരികൾ പീഡിപ്പിച്ചു. അവരോട് പറഞ്ഞു, നിങ്ങളെ നമ്മൾ നശിപ്പിക്കും, നിങ്ങൾ വളരെ കുറഞ്ഞ ആൾക്കാർ മാത്രമേ ഉള്ളൂ, നമ്മൾ ഇത്രയും അധികം ആൾക്കാരുണ്ട് എന്ന് പറഞ്ഞു. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ അരികിൽ വിവരം ലഭിച്ചു. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ഒരു കത്തെഴുതി ഷാമിലെ മുസ്ലിമീങ്ങളിലേക്ക്. അവരോട് പറഞ്ഞു, ലാ യഹൂലന്നകും കത്റത്തുൽ ജുമൂഅ് ഫഇന്നല്ലാഹ ബരീഉം മിൻഹും. എത്ര അധികം ആൾക്കാർ വന്നാലും, എത്ര അധികം സൈന്യം വന്നാലും മുസ്ലിം ഉമ്മത്തെ നിങ്ങൾ പേടിക്കേണ്ടതില്ല, നിങ്ങളെ ഒന്നും ചെയ്യാൻ സാധ്യമല്ല. ഫഇന്നല്ലാഹ ബരീഉം മിൻഹും. ആ വിഭാഗത്തെ സംബന്ധിച്ചിടത്തോളം അവരെ സഹായിക്കാൻ അല്ലാഹു ഇല്ല. ദുനിയാവിന്റെ സുഖങ്ങൾ അവർക്കുണ്ട്, ദുനിയാവിന്റെ വസ്തുക്കൾ അവർക്കുണ്ട്, പക്ഷേ അവരെ സഹായിക്കാൻ അല്ലാഹു ഇല്ല. നമുക്ക് ദുനിയാവിന്റെ സുഖങ്ങളില്ല, ദുനിയാവിന്റെ ആഡംബരങ്ങളില്ല, നമ്മെ സഹായിക്കാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല ഉണ്ട് എന്ന് പറഞ്ഞു. അതിനുശേഷം ഖാലിദ് ബിനുൽ വലീദ് റളിയല്ലാഹു അൻഹുവിന്റെ നേതൃത്വത്തിൽ ഷാമിലേക്ക് ഒരു വലിയ സൈന്യത്തെ അയച്ചു. സഹോദരങ്ങളെ, ഈ സമയത്ത് ഖാലിദ് ബിനുൽ വലീദ് റളിയല്ലാഹു അൻഹു ഷാമിലെ മുസ്ലിമീങ്ങളെ നോക്കിക്കൊണ്ട് പറഞ്ഞു, എണ്ണത്തിലാണ് വിജയം എന്ന് നിങ്ങൾ മനസ്സിലാക്കുന്നുവെങ്കിൽ ഇവിടെ കാഫിരീങ്ങളാണ് അധികം. പക്ഷേ അല്ലാഹു സുബ്ഹാനഹു വ തആല വിജയം നൽകുന്നത് എണ്ണത്തിന്റെ അടിസ്ഥാനത്തിലല്ല, ഈമാനിന്റെ അടിസ്ഥാനത്തിലാണ്. ഈമാനിന്റെ അടിസ്ഥാനത്തിലാണ്. ഈ ഹദീസ് ഉദ്ധരിക്കുന്ന റാവി പറയുന്നു, അവിടെ ഒരുമിച്ച് കൂടിയിരുന്ന റോമൻ അല്ലെങ്കിൽ ഷാമിലെ ഇത്ര വലിയ സൈന്യം ഖാലിദ് ബിനുൽ വലീദ് റളിയല്ലാഹു അൻഹുവിന്റെ മുമ്പിൽ ഒരു കൊതുകിന്റെ ചിറകിന്റെ വില പോലും അദ്ദേഹം അവർക്ക് നൽകിയിട്ടില്ല. ഇത്ര വലിയൊരു സൈന്യം അവരുടെ മുന്നിൽ നിന്നിട്ടും ഖാലിദ് ബിനുൽ വലീദ് റളിയല്ലാഹു അൻഹു ഒരു കൊതുകിന്റെ ചിറകിന് നൽകുന്ന വില പോലും അവർക്ക് നൽകിയിട്ടില്ല. അവരെ പെട്ടെന്ന് തന്നെ ഖാലിദ് ബിനുൽ വലീദ് റളിയല്ലാഹു അൻഹു പരാജയപ്പെടുത്തി. സഹോദരങ്ങളെ, ഇതൊക്കെ നമുക്ക് നൽകുന്ന ആശയങ്ങൾ എന്താണ്? ഈ കഥകൾ കേട്ടിട്ട് വീട്ടിലേക്ക് പോകാനല്ല, അല്ലെങ്കിൽ ഈ കഥകൾ കേട്ടിട്ട് അനങ്ങാതിരിക്കാനല്ല, മറിച്ച് നമ്മൾ ചിന്തിക്കുക, മുസ്ലിം ഉമ്മത്തിനുണ്ടായിരിക്കുന്ന ഈ പ്രതാപം,
ഏത് ഭരണകൂടത്തിന്റെ മുമ്പിലും സത്യം വിളിച്ചു പറയാൻ, സത്യം ഉറക്കെ പറയാൻ ഇസ്ലാമിന്റെ ആശയങ്ങൾ ജീവിതത്തിൽ പാലിച്ചപ്പോൾ അവർക്ക് സാധിച്ചു. എന്നാൽ ഇന്ന് മുസ്ലിം സമൂഹം അവരുടെ ആശയം, അവരുടെ മതം, അവരുടെ ദീൻ ബാക്കിയുള്ള ആൾക്കാരുടെ മുമ്പിൽ പണയം വെച്ചുകൊണ്ട് ദുനിയാവിന്റെ ഓരോരോ വസ്തുക്കളുടെ പിന്നാലെ പോവുകയാണ്. അതുകൊണ്ട് സഹോദരങ്ങളെ, ഇസ്സത്തോടെ ജീവിക്കുക. അള്ളാഹു നൽകിയിരിക്കുന്ന ഈ ഒരു ഇസ്സത്ത് നമ്മുടെ ജീവിതത്തിൽ കാത്തു സൂക്ഷിക്കുക. അള്ളാഹു സുബ്ഹാനഹു വ തആല അവന്റെ കൽപ്പനകൾ ജീവിതത്തിൽ പാലിക്കാൻ, നല്ല മുസ്ലിമായി ജീവിക്കാൻ, ആരൊക്കെ പരിഹസിച്ചാലും, ആരൊക്കെ കുറ്റം പറഞ്ഞാലും, ആരൊക്കെ അവഹേളിച്ചാലും അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു തന്നിരിക്കുന്ന മാർഗം ജീവിതത്തിൽ ഉൾക്കൊള്ളാൻ നമുക്ക് ഏവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. الحمد لله رب العالمين والصلاة والسلام على أشرف الأنبياء والمرسلين نبينا محمد عليه وعلى آله أفضل الصلوات وأتم التسليم أما بعد. സഹോദരങ്ങളെ, നമ്മൾ പറഞ്ഞത് ഇസ്ലാമിന്റെ ഇസ്സത്തിനെ സംബന്ധിച്ചാണ്. ഈ ഒരു ഇസ്സത്തിന്റെ ബോധം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ നമ്മുടെ ജീവിതത്തിൽ എപ്പോഴും മുറുകെ പിടിച്ചുകൊണ്ട് മുസ്ലിമാണെന്നതിൽ അഭിമാനം കണ്ടുകൊണ്ട് ജീവിക്കാൻ നമ്മൾ എല്ലാവരും പരിശ്രമിക്കുക. അതിന് നമുക്കുള്ള മാർഗം എന്താണ്? നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസുകളിലൂടെ പ്രവാചകൻ പഠിപ്പിക്കുന്നു, ഇദാ തബായഅതും ബിൽ ഐന വറദീതും ബിസ്സറഅ വഅഖദ്തും അദ്നാബൽ ബഖർ സല്ലല്ലാഹു അലൈക്കും ദുല്ലൻ. ദുനിയാവിന്റെ വസ്തുക്കൾ, ദുനിയാവിന്റെ കച്ചവടങ്ങൾ, ദുനിയാവിന്റെ സമ്പാദ്യങ്ങൾ, ഇതൊക്കെ നമ്മുടെ ലക്ഷ്യമാക്കിക്കൊണ്ട് ജീവിതം മുന്നോട്ടേക്ക് നയിച്ചാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ഉമ്മത്തിനെ നിന്ദിക്കുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു തന്നിട്ടുണ്ട്. അതിൽ നിന്ന് മാറി ഇസ്സത്തോടു കൂടി ജീവിക്കാൻ നമുക്ക് സാധിക്കണമെങ്കിൽ അതിനുള്ള ഏക മാർഗം എന്താണ്? ലാ യൻസിഉഹു ഹത്താ തർജിഉ ഇലാ ദീനിക്കും. ദീനിലേക്ക് നിങ്ങൾ മടങ്ങുക, ദീനിലേക്ക് നിങ്ങൾ മടങ്ങുക. ദീനിന്റെ ആശയം മനസ്സിൽ അടിയുറച്ചു കഴിഞ്ഞാൽ ഒരു ശക്തിക്കും നമ്മളെ പിന്തിരിപ്പിക്കാൻ സാധ്യമല്ല. മഹാനായ അബ്ദുല്ലാഹ് ഇബ്നു ഹുദാഫത്ത് അസ്സഹ്മി റളിയല്ലാഹു അൻഹുവിനെ റോമക്കാർ ഒരു ദിവസം പിടിച്ചു. റോമക്കാർ അദ്ദേഹത്തെ പിടിക്കുകയും അവരുടെ ഭരണകൂടത്തിലേക്ക് അദ്ദേഹത്തെ കൊണ്ടുപോവുകയും ചെയ്തു. രാജാവിന്റെ അരികിൽ അബ്ദുല്ലാഹ് ഇബ്നു ഹുദാഫത്ത് അസ്സഹ്മി റളിയല്ലാഹു അൻഹുവിനെ ഹാജരാക്കി. അബ്ദുല്ലാഹ് ഇബ്നു ഹുദാഫയോട് രാജാവ് പറഞ്ഞു, നിങ്ങൾ നിങ്ങളുടെ ഇസ്ലാം ഒഴിവാക്കണം, നിങ്ങൾക്ക് ഈ രാജ്യത്തിന്റെ പകുതി തരാം. നിങ്ങൾ ചരിത്രം വായിച്ചു നോക്കിയാൽ മനസ്സിലാകും, അന്ന് നിലനിന്നിരുന്ന ഭരണകൂടങ്ങളിൽ ഏറ്റവും വലിയൊരു ഭരണകൂടമാണ് റോമ ഭരണകൂടം, റോമൻ ഭരണകൂടം. അദ്ദേഹം പറഞ്ഞു, താങ്കൾ ഇസ്ലാം ഒഴിവാക്കുകയാണെങ്കിൽ ഈ രാജ്യത്തിന്റെ പകുതി താങ്കൾക്ക് നമ്മൾ വിട്ടുതരാം. അദ്ദേഹം പറഞ്ഞു, ഈ രാജ്യം മൊത്തത്തിൽ വിട്ടുതരികയാണെങ്കിലും ഇസ്ലാം ഒഴിവാക്കാൻ ഞാൻ തയ്യാറല്ല. ദുനിയാവിന്റെ ചെറിയ ചെറിയ ലാഭങ്ങൾക്ക് വേണ്ടി, ദുനിയാവിന്റെ ചെറിയ ചെറിയ വസ്തുക്കൾക്ക് വേണ്ടി ദീന് വിട്ടേച്ചു പോകുന്ന സഹോദരങ്ങൾ ചിന്തിക്കുക. നമ്മുടെ മുൻഗാമികളായ സ്വഹാബികൾ അവരെങ്ങനെയാണ് ജീവിച്ചത്? അബ്ദുല്ലാഹ് ഇബ്നു ഹുദാഫ റളിയല്ലാഹു അൻഹു ഇത്ര വലിയൊരു ഓഫർ അദ്ദേഹത്തിന് നൽകിയിട്ടും അദ്ദേഹം സ്വീകരിക്കുന്നില്ല എന്ന് കണ്ടപ്പോൾ അദ്ദേഹത്തിന്റെ കൂടെ ഉണ്ടായിരുന്ന ചില മുസ്ലിമീങ്ങളെ കൊണ്ടുവരാൻ അവിടുത്തെ ഭരണാധികാരി ആവശ്യപ്പെട്ടു. മുസ്ലിമീങ്ങളെ കൊണ്ടുവന്നു, വലിയൊരു തീക്കുണ്ടാരം ഉണ്ടാക്കാൻ പറഞ്ഞു. വലിയ തീക്കുണ്ടാരം ഉണ്ടാക്കി. അതിനുശേഷം അബ്ദുല്ലാഹ് ഇബ്നു ഹുദാഫ റളിയല്ലാഹു അൻഹുവിന്റെ മുന്നിൽ വെച്ചുകൊണ്ട് ഒരു മുസ്ലിമായ വ്യക്തിയെ ആ തീക്കുണ്ടാരത്തിലേക്ക് ഇട്ടു. അബ്ദുല്ലാഹ് ഇബ്നു ഹുദാഫ റളിയല്ലാഹു അൻഹു കരയാൻ തുടങ്ങി. അബ്ദുല്ലാഹ് ഇബ്നു ഹുദാഫ റളിയല്ലാഹു അൻഹുവിന് മനസ്സിന് പ്രയാസമുണ്ടായി. തന്റെ ഒരു മുസ്ലിം സഹോദരനെ തീയിലേക്ക് ഇട്ടത് കണ്ടപ്പോൾ അദ്ദേഹം കരഞ്ഞു. രാജാവ് കരുതി അബ്ദുല്ലാഹ് ഇബ്നു ഹുദാഫക്ക് പേടിയായി. അബ്ദുല്ലാഹ് ഇബ്നു ഹുദാഫ ഇനി ഞാൻ പറയുകയാണെങ്കിൽ ഇസ്ലാം ഒഴിവാക്കും. രാജാവ് അബ്ദുല്ലാഹ് ഇബ്നു ഹുദാഫയോട് പറഞ്ഞു, താങ്കൾ ഇസ്ലാം ഒഴിവാക്കിയിട്ടില്ലെങ്കിൽ ഇതായിരിക്കും താങ്കളുടെ അവസ്ഥ. ഇത് കാണുമ്പോൾ തന്നെ താങ്കൾ കരയുകയല്ലേ എന്ന് ചോദിച്ചപ്പോൾ അബ്ദുല്ലാഹ് ഇബ്നു ഹുദാഫ റളിയല്ലാഹു അൻഹു രാജാവിനോട് പറഞ്ഞു, താങ്കൾ വധിക്കുന്നതിലോ താങ്കൾ കൊല്ലുന്നതിലോ അല്ല എനിക്ക് പ്രശ്നം. ഈ ജീവിതത്തെക്കാളും ഞാൻ ആഗ്രഹിക്കുന്നത് മരണമാണ്, അള്ളാഹുവിന്റെ അരികിലുള്ള ജീവിതമാണ്. അതുകൊണ്ട് നിങ്ങൾ എന്നെ വധിക്കുന്നതല്ല എനിക്ക് പ്രശ്നം, മറിച്ച് താങ്കൾ എന്നെ ഈ തീക്കുണ്ടാരത്തിലേക്ക് ഇട്ട് മരിപ്പിക്കുകയാണെങ്കിൽ, കൊല്ലുകയാണെങ്കിൽ ഒരു തവണയല്ലേ എനിക്ക് മരിക്കാൻ സാധിക്കുകയുള്ളൂ. എന്റെ ഓരോരോ രോമത്തിനും ജീവൻ ഉണ്ടായിരുന്നെങ്കിൽ അതിൽ ഓരോരോ രോമത്തെയും ഇട്ടുകൊണ്ട് എന്നെ പ്രയാസപ്പെടുത്തിയാണ് നീ കൊല്ലുന്നതെങ്കിൽ അതല്ലേ എനിക്ക് നല്ലത് എന്ന് ചിന്തിച്ചുകൊണ്ടാണ്, ആ ഒരു പ്രതിഫലം എനിക്ക് നഷ്ടപ്പെടുമോ എന്ന് കരുതിയാണ് ഞാൻ കരയുന്നത് എന്ന് അബ്ദുല്ലാഹ് ഇബ്നു ഹുദാഫ റളിയല്ലാഹു അൻഹു പറഞ്ഞു. ഇവരാണ് നമ്മുടെ മുൻഗാമികൾ. സഹോദരങ്ങളെ, എന്തുകൊണ്ടാണ് അവരുടെ ചരിത്രം നമുക്കറിയാത്തത്?
എന്തുകൊണ്ടാണ് അവരുടെ ചരിത്രം നമ്മൾ പഠിക്കാത്തത്? 10 സഹാബികളുടെ പേരുകൾ പോലും അറിയാത്ത മുസ്ലിം ഉമ്മയാണ് ഇന്ന് പല ആൾക്കാരും. അബ്ദുല്ലാഹ് ബിൻ ഹുദാഫ റളിയല്ലാഹു അൻഹു ഇത് കണ്ടിട്ട് പിന്മാറില്ല എന്ന് കണ്ടപ്പോൾ അബ്ദുല്ലാഹ് ബിൻ ഹുദാഫ റളിയല്ലാഹു അൻഹുവിന്റെ അരികിലേക്ക് ചില പെൺകുട്ടികളെ അയച്ചു. ആ പെൺകുട്ടികൾ അവരുടെ സൗന്ദര്യം കാണിച്ചുകൊണ്ട് അബ്ദുല്ലാഹ് ബിൻ ഹുദാഫ റളിയല്ലാഹു അൻഹയെ ഫിത്നയിൽ അകപ്പെടുത്തുമെന്ന് രാജാവ് കരുതി. ആ പെൺകുട്ടികൾ വന്നു. അബ്ദുല്ലാഹ് ബിൻ ഹുദാഫ റളിയല്ലാഹു അൻഹു അവരിലേക്ക് തിരിഞ്ഞു നോക്കിയത് പോലുമില്ല. ശേഷം അബ്ദുല്ലാഹ് ബിൻ ഹുദാഫ റളിയല്ലാഹു അൻഹുവിന് വെള്ളം നൽകാതെ കുറച്ച് ദിവസം അദ്ദേഹത്തെ വളരെയധികം പ്രയാസപ്പെടുത്തി. അതിനുശേഷം അദ്ദേഹത്തിന് നൽകിയത് കുറച്ച് കള്ളാണ്. ആ കള്ള അദ്ദേഹം കുടിക്കുമ്പോൾ ഇസ്ലാമിന്റെ ഒരു ആശയമല്ലേ അദ്ദേഹം എതിർക്കുന്നത്, ഇസ്ലാം വിലക്കിയ ഒരു കാര്യമല്ലേ അദ്ദേഹം ചെയ്യുന്നത്, അതിൽ എനിക്ക് ആശ്വാസം കണ്ടെത്താമെന്നൊരു ചിന്തയിൽ ആ രാജാവ് അദ്ദേഹത്തിന് കള്ള് നൽകാൻ തീരുമാനിച്ചു. അബ്ദുല്ലാഹ് ബിൻ ഹുദാഫ റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഞാൻ കള്ള് കുടിക്കാൻ തയ്യാറല്ല, എത്ര തന്നെ എന്നെ പ്രയാസപ്പെടുത്തിയാലും ഈ കള്ള് ഞാൻ കുടിക്കുകയില്ല എന്ന് പറഞ്ഞു. പിന്നെ ആ രാജാവ് അദ്ദേഹത്തെ എന്ത് ചെയ്യാനാണ്? അദ്ദേഹത്തെ അവർ വെറുതെ വിട്ടു. മരണത്തെയാണ് അവർ കൂടുതൽ സ്നേഹിച്ചത്. ജീവനേക്കാളും അവർ സ്നേഹിച്ചത് മരണത്തെയാണ്. അവരാണ് സഹോദരങ്ങളെ നമ്മുടെ മുൻഗാമികളായ ജനങ്ങൾ. അവരുടെ ചരിത്രങ്ങൾ നമ്മൾ പഠിക്കുക. ഇന്ന് എന്താണെന്നറിയില്ല, അല്ലാഹു അഅലം, പല സഹോദരങ്ങളും ചരിത്രത്തെ പഠിക്കുന്നില്ല. മുസ്ലിം ഉമ്മത്തെ സംബന്ധിച്ചിടത്തോളം അവരുടെ മുൻഗാമികളുടെ ചരിത്രം അവർക്കറിയില്ല. ബാക്കിയുള്ള ചില കാര്യങ്ങൾ പഠിക്കുന്നുണ്ട്. തഫ്സീർ പഠിക്കുന്നു, ഹദീസ് പഠിക്കുന്നു, ഫിഖ് പഠിക്കുന്നു. മുസ്ലിം ഉമ്മത്തിന്റെ ചരിത്രം ചോദിച്ചാൽ പല ആൾക്കാർക്കും അറിയില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചെയ്തിരിക്കുന്ന യുദ്ധം, അവിടുത്തെ ജീവിതത്തിൽ സഹിച്ചിരിക്കുന്ന പ്രയാസം, ഇതൊക്കെ ചോദിച്ചാൽ പലർക്കും ഉഹദും ബദറും അറിയാം. അതിനുശേഷം ഗത്ഫാൻ യുദ്ധം അറിയില്ല, ബനു സുലൈം അറിയില്ല. അങ്ങനെ ധാരാളം യുദ്ധത്തിന്റെ ചരിത്രങ്ങൾ ഇന്ന് പല ആൾക്കാർക്കും അറിയില്ല. മുസ്ലിം സമൂഹത്തെ സംബന്ധിച്ചിടത്തോളം അവരൊരിക്കലും യുദ്ധം ചെയ്തത് ആരെങ്കിലും ഇല്ലാതാക്കാനോ അല്ലെങ്കിൽ ആരെയെങ്കിലും മോശമാക്കാനോ അല്ല, മറിച്ച് മുസ്ലിം സമൂഹത്തിനെതിരെ പല ആൾക്കാരും ആക്രമണങ്ങൾ അഴിച്ചുവിട്ടപ്പോഴാണ് മുസ്ലിം സമൂഹം അതിന് പ്രതികാരം വീട്ടിയത്. ബദർ അങ്ങനെയാണ്, ഉഹദ് അങ്ങനെയാണ്. അതുകൊണ്ട് സഹോദരങ്ങളെ, നമ്മുടെ മുൻഗാമികളായ സ്വഹാബത്തിന്റെ ചരിത്രം നമ്മൾ പഠിക്കുക. ചില ആൾക്കാർ കരുതും ഇതൊക്കെ മുൻഗാമികൾ മാത്രമല്ലേ ചെയ്തിട്ടുള്ളൂ, അത് അവരുടെ ഈമാനിന്റെ ബലമാണ്, അതിനുശേഷം ആർക്കും സാധ്യമല്ല എന്ന് ആരെങ്കിലും കരുതുന്നുണ്ടെങ്കിൽ സഹോദരങ്ങളെ, നമ്മുടെ അടുത്ത കാലം ജീവിച്ച പണ്ഡിതന്മാരുടെ ചരിത്രങ്ങൾ നിങ്ങൾ വായിക്കുക. ധാരാളം ചരിത്രങ്ങൾ പറയാനുള്ള സമയമില്ല. ഒരൊറ്റ സംഭവം മാത്രം പറയാം. അബ്ദുൽ ഹമീദ് ഇബ്നു ബാദീസ് അൽ ജസാഇരി റഹ്മത്തുള്ളാഹി അലൈഹി, സമീപകാലം അൾജീരിയയിൽ ജീവിച്ച പണ്ഡിതൻ, ഏകദേശം 83 വർഷങ്ങൾക്ക് മുമ്പ് അൾജീരിയയിൽ ജീവിച്ച പണ്ഡിതൻ, അദ്ദേഹം അവിടെ നിന്നുകൊണ്ട് അദ്ദേഹത്തിന്റെ നാട്ടിൽ ദീൻ പഠിപ്പിക്കുമ്പോൾ, അദ്ദേഹത്തിന്റെ നാട്ടിൽ യഥാർത്ഥ ഇസ്ലാം പഠിപ്പിക്കുമ്പോൾ, ഇസ്സത്തോടു കൂടിയുള്ള ഇസ്ലാമിന്റെ ആശയങ്ങൾ ജനങ്ങൾക്ക് പകർന്നു കൊടുക്കുമ്പോൾ, ഫ്രാൻസിൽ നിന്ന് ഭരണകൂടം അദ്ദേഹത്തോട് പറഞ്ഞു, താങ്കൾ ഈ ദഅവത്ത് നിർത്തണം, അതല്ല എങ്കിൽ വലിയൊരു പട്ടാള ഭരണകൂടത്തെ അയച്ചുകൊണ്ട് അല്ലെങ്കിൽ പട്ടാളത്തെ അയച്ചുകൊണ്ട് താങ്കളുടെ മസ്ജിദ് നമ്മൾ തകർക്കും, താങ്കളെ നമ്മൾ വധിച്ചു കളയും എന്ന് പറഞ്ഞപ്പോൾ അബ്ദുൽ ഹമീദ് ഇബ്നു ബാദീസ് റഹിമഹുല്ലാ പറഞ്ഞു, നിങ്ങൾക്ക് എന്നെ ഒന്നും ചെയ്യാൻ സാധ്യമല്ല, നിങ്ങൾക്ക് എന്നെ എന്ത് ചെയ്യാൻ സാധിക്കും? നിങ്ങൾ എന്നെ തടവറയിലിട്ടാൽ ആ തടവിൽ നിന്നുകൊണ്ട് ഞാൻ ജനങ്ങൾക്ക് ദീൻ പഠിപ്പിക്കും. നിങ്ങൾ എന്നെ വെറുതെ വിട്ട് എന്റെ മസ്ജിദ് നിങ്ങൾ തകർത്താൽ ഞാൻ എവിടെയാണോ ജനങ്ങളുമായി ഒരുമിച്ച് കൂടുന്നത് അവിടെ ഞാൻ ജനങ്ങൾക്ക് ദീൻ പഠിപ്പിക്കും. നിങ്ങൾ എന്നെ വധിച്ചു കളയുകയാണെങ്കിൽ അള്ളാഹുവിന്റെ മുന്നിലേക്കാണ് ഞാൻ പോകുന്നത്, ഞാൻ എന്തിനു ഭയക്കണം? ആ റബ്ബുൽ ഇസ്സത്ത് എന്റെ കാര്യം നോക്കും എന്നൊരു ഉറപ്പ് എനിക്കുണ്ട്. അതുകൊണ്ട് എന്തിനു ഞാൻ ഭയക്കണമെന്ന് അബ്ദുൽ ഹമീദ് ഇബ്നു ബാദീസ് റഹ്മത്തുള്ളാഹി അലൈഹി, സമീപകാലം ജീവിച്ച ആ പണ്ഡിതൻ, അത് പറയാൻ സാധിച്ചിട്ടുണ്ടെങ്കിൽ സഹോദരങ്ങളെ, നമുക്കും സാധിക്കും. ഒരു പക്ഷേ എന്തെങ്കിലും പ്രയാസം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകും. പക്ഷെ എത്ര പ്രയാസമുണ്ടായാലും എത്ര ബുദ്ധിമുട്ടുണ്ടായാലും ഇസ്ലാമിന്റെ ആദർശങ്ങൾ മുറുകെ നമ്മൾ പിടിക്കുക. ഇന്ന് പല ആൾക്കാർക്കും പേടിയാണ് ഇസ്ലാമിന്റെ ആശയങ്ങൾ പറയാൻ. പരസ്യമായി എവിടെയെങ്കിലും സാഹചര്യം വന്നാൽ ഒന്ന് നിസ്കരിക്കാൻ ചില ആൾക്കാർക്ക് പേടിയാണ്. താടി വെച്ച് നടക്കാൻ ചില ആൾക്കാർക്ക് പേടിയാണ്. പറയും തീവ്രവാദി എന്ന് പറയും, ഭീകരവാദി എന്ന് പറയും. സഹോദരങ്ങളെ, ഇസ്ലാമിന്റെ ആശയങ്ങളിൽ ഖുർആനിലും ഹദീസിലും ഒരൊറ്റ വരി പോലും തീവ്രവാദത്തെയും ഭീകരവാദത്തെയും പഠിപ്പിക്കുന്നില്ല. സമാധാനമാണ് ജനങ്ങൾക്ക് പറഞ്ഞു കൊടുക്കുന്നത്. ജനങ്ങളോട് നല്ല രീതിയിൽ വർത്തിക്കാൻ, അത് കാഫിരീങ്ങളാണെങ്കിൽ പോലും നല്ല രീതിയിൽ സംസാരിക്കാൻ, നല്ല രീതിയിൽ വർത്തിക്കാൻ, ഇതൊക്കെ ഇസ്ലാം അനുവദിക്കുന്നുണ്ട്. ഇസ്ലാമിനോട് യുദ്ധം ചെയ്യുന്നവരോട് മാത്രമാണ് ഇസ്ലാമും ശക്തമായ നിലപാട് സ്വീകരിക്കുന്നത്. അതുകൊണ്ട് സഹോദരങ്ങളെ, ഇസ്ലാമിന്റെ ആശയങ്ങൾ ജീവിതത്തിൽ മുറുകെ പിടിക്കുക. സത്യസന്ധമായി ദീൻ എവിടെയും പറയുക. ഒരാളെയും പേടിക്കേണ്ടതില്ല. ശൈഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ റഹിമഹുല്ലാഹ് പറഞ്ഞതുപോലെ, കാഫിരീങ്ങൾ എന്നെ എന്ത് ചെയ്യാനാണ്? എന്നെ അവർ വധിച്ചു കളഞ്ഞാൽ അള്ളാഹുവിലേക്കാണ് ഞാൻ പോകുന്നത്. എന്നെ തടവറയിലാക്കി കളഞ്ഞാൽ എനിക്ക് ഇബാദത്തിനുള്ള സമയമാണ് എന്നൊരു ബോധ്യത്തോടുകൂടി അള്ളാഹുവിന്റെ മുമ്പിൽ മാത്രം തലകുനിച്ച് നമ്മുടെ ദീൻ ഒരാളുടെ മുമ്പിലും പണയം വെക്കാതെ സത്യസന്ധമായി മുന്നോട്ട് പോവുക. അല്ലാഹു സുബ്ഹാനഹു വ തആല
ഇസ്ലാമിന്റെ ആശയങ്ങൾ ജീവിതത്തിൽ പാലിച്ച് ഇസ്സത്തോടുകൂടി ജീവിക്കാൻ നമുക്ക് ഏവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മുടെ ദീനിനെ പണയം വെച്ചുകൊണ്ട് ദുനിയാവിന്റെ എന്തെങ്കിലും ലാഭങ്ങൾ ഉണ്ടാക്കാൻ ഒരു കാരണവശാലും സഹോദരങ്ങളെ, ഒരു കാരണവശാലും നമ്മൾ നിന്നുകൊടുക്കരുത്. മറിച്ച് ദുനിയാവിന്റെ എല്ലാ സമ്പത്തും നഷ്ടപ്പെടുത്തിയിട്ടാണെങ്കിലും ദീനിനെ നമ്മൾ സംരക്ഷിക്കണം. സുഹൈബ് റൂമി റളിയല്ലാഹു അൻഹു ചെയ്തതുപോലെ അവരുടെയൊക്കെ ചരിത്രത്തിൽ നമുക്ക് വലിയ ഗുണപാഠങ്ങളുണ്ട്. അവരുടെ ചരിത്രങ്ങൾ നമ്മൾ പഠിക്കുക, നമ്മുടെ മക്കൾക്ക് പറഞ്ഞു കൊടുക്കുക, മുസ്ലിം ഉമ്മത്തിന്റെ പൂർവ്വകാല ചരിത്രങ്ങൾ ജനങ്ങളിലേക്ക് എത്തിക്കുക. ഈ ചരിത്രങ്ങളിലൂടെ ഇസ്സത്ത്, ഉമ്മത്തിന്റെ അഭിമാനം തിരിച്ചെടുക്കാൻ അവർക്ക് സാധിക്കും. അല്ലാഹു സുബ്ഹാനഹു വ തആല ഇസ്സത്തോടുകൂടി ജീവിക്കാൻ നമുക്ക് ഏവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അല്ലാഹുമ്മ ഇസ്സൽ ഇസ്ലാമ വൽ മുസ്ലിമീൻ, അല്ലാഹുമ്മ ഇസ്സൽ ഇസ്ലാമ വൽ മുസ്ലിമീൻ വഅദില്ല الشرك والمشركين. اللهم دمر أعداء الدين. اللهم عليك بهم ومن عاونهم وناصرهم. اللهم عليك بأعداء الإسلام. اللهم عليك بأعداء الإسلام فإنهم لا يعجزونك. اللهم عليك بأعداء الإسلام فإنهم لا يعجزونك. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. اللهم ثبتنا على الهدى حتى نلقاك. اللهم ثبتنا على الهدى حتى نلقاك. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. وصلى الله على محمد وعلى آله وصحبه وسلم.